Hi all, this is Cock. Obsession. It's a supernatural psychological horror. കിടിലം പടം അന്യ തിയേറ്റർ എക്സ്പീരിയൻസ്. ഇതിൻ്റെ റൈറ്റർ, ഡയറക്ടർ, എഡിറ്റർ ഖറി ബാക്കർ. പുള്ളി ശരിക്കും ഒരു യൂട്യൂബർ ആയിരുന്നു. പിന്നെ അദ്ദേഹം ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. ആ ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ് ഈ ഒരു സിനിമയുടെ പ്രൊഡക്ഷനിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, കഴിവുള്ളൊരു മനുഷ്യൻ ഈ ലോകത്ത്. ഇറ്റ്സ് ഈസി ആസ് ഇറ്റ് ഈസ്. അതായത് യൂട്യൂബിൽ ഒരു ഷോർട്ട് ഫിലിം എടുത്തിട്ട് കഴിഞ്ഞാൽ അതിനത്രയും ക്വാളിറ്റി ഉണ്ടെങ്കിൽ, അതിനത്ര റെലവൻസ് ഉണ്ടെങ്കിൽ, അതാണ് നിങ്ങളുടെ ആക്സസ് എന്ന് പറയുന്നത്. ഇവിടെ സ്ക്രിപ്റ്റും തൂക്കി നാട് മുഴുവൻ നടക്കേണ്ട ആവശ്യമില്ല. ഈ സിനിമയുടെ ബജറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും കുറഞ്ഞ ബജറ്റിൽ എടുത്തിട്ട് അതിൻ്റെ എത്രയോ മൾട്ടിപ്പിൾ എമൗണ്ട് ഓഫ് മണിയാണ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോകത്തെമ്പാടും, ഇൻക്ലൂഡിങ് ഇന്ത്യ. കാരണം അതുപോലത്തെ അന്യായ മേക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൻ പരിപാടി എന്നുള്ളതല്ല. അത് ആ ടെൻഷൻ, ടെമ്പറമെന്റ്, നമുക്ക് ഉണ്ടാവുന്ന ആങ്സൈറ്റി, പിന്നെ ഓഫ് കോഴ്സ് പെർഫോമൻസ്. ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഒന്നുമില്ല. പ്രൊമനന്റ് ആയിട്ട് 4 ക്യാരക്ടേഴ്സ് എന്ന് പറയാം. പിന്നെ എക്സ്ട്രാ 1-2 ക്യാരക്ടേഴ്സും കൂടെ. മൈക്കൽ ജോൺസ്റ്റൺ ആൻഡ് ഇൻറ്റി നെവററ്റി, രണ്ടുപേരുടെ പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യ പെർഫോമൻസ്. അതിൽ ഇൻറ്റി നെവററ്റിയുടെ ക്യാരക്ടർ എനിക്ക്, മൈക്കൽ ജോൺസന്റെ ക്യാരക്ടറാണ് ബെയർ. അപ്പൊ ഇവര് രണ്ടുപേരുടെ പെർഫോമൻസ് എന്ന് കഴിഞ്ഞാൽ അതായത് രണ്ടുപേരും മത്സരിച്ച് അഭിനയിക്കുക. അതിൽ തന്നെ ഇൻറ്റി നെവററ്റിയുടെ ക്യാരക്ടർ, ഈ നിക്കി എന്ന് പറയുന്ന ക്യാരക്ടർ തുടക്കത്തിൽ കണ്ട ആളല്ല, പിന്നീട് അങ്ങോട്ട് ആള് മാറിയിട്ട് ഒറ്റ പൊന്നോ അപ്പാര പെർഫോമൻസ്. ഇത് ഒരാളാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ആ രീതിക്കാണ് അതിനെ ആ ക്യാരക്ടറിന്റെ വളർച്ച എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ പടം കണ്ടാലേ മനസ്സിലുള്ളൂ. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് തിയേറ്റർ എക്സ്പീരിയൻസ്. ഈ ബെയർ എന്ന് പറയുന്ന കഥാപാത്രം ഉണ്ടല്ലോ, മൈക്കൽ ചെയ്ത കഥാപാത്രം, പുള്ളി ഒരുമാതിരി കണ്ടു കഴിഞ്ഞാൽ വളരെ പാവ. കാരണം ആ ക്യാരക്ടർ അങ്ങനത്തെ ഷെയ്ഡേ കൊടുക്കാൻ പറ്റുള്ളൂ. അത് പക്കാ കാസ്റ്റിംഗ് ആണ്. ഒരുമാതിരി മൈക്കൽ അസിക്ക് ശുഭാൻ ഗിൽ ഉണ്ടായ പോലത്തെ ഒരു പയ്യൻ. നമുക്ക് സ്പൈഡർമാനിലെ ടോബിയുടെ ഒക്കെ തോന്നുന്ന ഒരു സാധനമല്ലേ, ഒരു പാവം. അങ്ങനത്തെ ഒരാളാണ് പുള്ളി ഇതിനകത്ത്. അപ്പൊ ഇവര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതെങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഈ സിനിമയുടെ USP എന്ന് പറയുന്നത്. വൺ വിഷ് വൺ വില്ലോ എന്ന് പറയുന്ന ഒരു സൂപ്പർ നാച്ചുറൽ ഒരു സാധനമാണ്. അത് സിനിമ കണ്ടാൽ മനസ്സിലാവും. അപ്പൊ അത് വെച്ചിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ അത് സംഭവിച്ചതിന് ശേഷം ഉണ്ടാകുന്ന സീരീസ് ഓഫ് ഇവന്റ്സ്, അത് പക്ഷെ നമ്മളെ ഓരോ നിമിഷവും ഇങ്ങനെ കാണും തോറും വാട്ട്സ് ഗോയിങ് ടു ബി, നെക്സ്റ്റ് എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ളതിന്റെ മുൾമുനിൽ നിർത്തിക്കൊണ്ടാണ് പോകുന്നത്. അവസാനക്കായപ്പോഴേക്കും പക്ഷെ ഇതിൽ ഒരു വൃത്തികേട് തികഞ്ഞ തോന്നിവാസം കാണിച്ചിട്ട് സെൻസർ ബോർഡ്. ഇതിൽ ഏറ്റവും ഒരു പീക്ക് സീൻ ഉണ്ട് ഇതിനകത്ത്. പണം കണ്ടുള്ളവർക്ക് അറിയാം. ഒരു കാറിനകത്തുള്ള ഒരു സീന് ഇത് കട്ടായി കളഞ്ഞ്. എന്ത് വൃത്തികേടാണ് കാണിക്കുന്നത്. ഇവിടെ ഇന്ത്യൻ സിനിമയിൽ എന്തൊക്കെ സീൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ത്യയിലെ കില്ലിനകത്ത് മറ്റേ ഫയർ എക്സ്റ്റിങ്വിഷർ കൊണ്ട് തലയടിച്ച് ചളുക്കുന്ന കാണിച്ചിട്ടുണ്ട്. ഇവിടെ പല സിനിമയിൽ തല വെട്ടുന്ന കാണിച്ചിട്ടുണ്ട്. എന്തിന് നമ്മുടെ മലയാളത്തിലെ മാർക്കോല് വരെ എന്തൊക്കെ സീൻസ് കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താണ് പിന്നെ ഈ സിനിമയ്ക്ക് ഇതിന്റെ ആ സീൻ കാണാനാണ് ഞാൻ പോയത്. ഞാൻ ഒരു റിവ്യൂസ് ഒന്നും കണ്ടല്ലേ പോയിട്ടുള്ളത്. ഐ ഹേർഡ് ഓഫ് റിവ്യൂസ്, കിടലം പടാനുള്ള റിവ്യൂസ് കേട്ടിട്ടുണ്ട്, അല്ലാതെ വീഡിയോ റിവ്യൂസ് ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ ആ സീൻ ഞാൻ റാൻഡംലി ഇന്റർനെറ്റിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് കാണാനുള്ള എനിക്ക് ഒരു വയലൻസിന്റെ പീക്ക് കാണാൻ വേണ്ടി നോക്കിയിട്ട് അത് കട്ട് ചെയ്ത് കളയുന്നേ. വൃത്തികേട്. സെൻസർ ബോർഡ് കാണിച്ച ഏറ്റവും വലിയ വൃത്തികേട്. ഇത് നിങ്ങൾ സെൻസർ ഇട്ട് 13+ എന്നൊക്കെ കൊടുത്തിട്ടില്ലേ ഇത് കാണിക്കുന്നേ. അപ്പൊ പിന്നെ ഇത് അറിഞ്ഞുകൊണ്ട് കാണാൻ പോകുന്ന ആൾക്കാർക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഇവിടെ ഡാർക്ക് വെബും ഡീപ് വെബും ഉള്ള കാലത്താണ് നിങ്ങൾ സെൻസർ ചെയ്ത് ഉണ്ടാക്കുന്നത്. അപ്പോ അതൊന്നും ശരിയല്ല, തീരെ ശരിയായിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഈ സിനിമ ഇതൊരു സൈക്കോളജിക്കൽ സൂപ്പർ നാച്ചുറൽ ഹൊറർ എന്ന നിലയ്ക്ക് ഒരു ഗംഭീര സിനിമ. പിന്നെ ഇതിന്റെ ബേസിക് എന്ന് പറയുന്നത് ടോക്സിസിറ്റി ഇൻ റിലേഷൻഷിപ്പ്. അത് ടോക്സിക് റിലേഷൻഷിപ്പ് അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയാതിന്റെ കാര്യം. എസ്പെഷ്യലി വല്ല പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെങ്കിൽ അതിപ്പം OCPD ആവാം,
BPD ആവാം, NPD ആവാം, DPD ആവാം, സ്കീസോഫ്രീനിയ ആവാം, അല്ലെങ്കിൽ പിന്നെ ബൈപ്പോളർ ആവാം. അതും തന്നെ ഒരാൾ ഒരു മസോക്കിസ്റ്റ് ആണെങ്കിലോ, സാഡിസം വീനോ ബട്ട് മസോക്കിസ്റ്റ് ആണെങ്കിലോ ഇതിനകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ വൻ പരിപാടിയാണ്, വൻ പാടാണ്. അത്ര റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ അത്തരം പാർട്ണറുള്ള ഒരാൾക്ക് അത് പെട്ടെന്ന് ഈസിലി കണക്ട് ആവും. അതിൽ തന്നെ ട്രോമ ബോണ്ടിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഇത് വിടാനും പറ്റൂല, ഇതിൽ തന്നെ നിൽക്കുകയും വേണം എന്നുള്ള അവസ്ഥയാവും. ഇത് ഞാൻ പറയുവാണ് ഔട്ട് ഓഫ് മൈ എക്സ്പീരിയൻസ് ഓൾസോ. നെവർ എവർ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിനകത്ത് നിൽക്കരുത്. അത് നിങ്ങൾക്ക് എന്ത് പിന്നെ ഇൻക്ലിനേഷൻ ഉണ്ടായി കഴിഞ്ഞാലും നിന്ന് കഴിഞ്ഞാൽ വൃത്തിക്ക് ഓമ്പി കിട്ടും. ഒന്നുകിൽ ഒരാൾ സാഡിസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റേ മസോക്കിസ്റ്റ് ആയിരിക്കും, ആൻഡ് വൈസ് വേഴ്സ. അല്ലെ രണ്ടുപേരും മസോക്കിസ്റ്റ് ആവാം, രണ്ടുപേരും സാഡിസ്റ്റുകളാവാം, രണ്ടുപേർക്കും പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ടായിരിക്കാം. അതും വേരിയസ്, എക്സ്ട്രീംലി ഓപ്പോസിറ്റ് ഈച്ച് അതർ ആയിരിക്കാം. അപ്പോൾ നമ്മുടെ ഒരു റിലേഷൻഷിപ്പിൽ അത് സംഭവിക്കുന്നതാണ്. ഇതെങ്ങനെ സംഭവിക്കില്ലേ എല്ലാവരുടെയും പറയും പോലെ സംഭവിച്ചു കഴിഞ്ഞ് ഒരു സ്റ്റേജ്, എസ്പെഷ്യലി ഇത് നിങ്ങൾ പഠിക്കണതിനെ കുറിച്ച്, ഈ ടോക്സിസിറ്റിയെ കുറിച്ച് അത് നിങ്ങൾ അറ്റ് ദ ഏർലിയസ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ എസ്കേപ്പ് ആവുക, പരിപാടി നിർത്തി വണ്ടി വിടുക, ഇല്ലെങ്കിൽ അനുഭവിക്കാം. അപ്പോൾ ഈ സിനിമ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ ടോക്സിസിറ്റി കൂടെ അഡ്രസ് ചെയ്യുന്നുണ്ട്, ഭീകരമായിട്ട് അഡ്രസ് ചെയ്യുന്നുണ്ട്. ലവ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതൊരു ടോക്സിസിറ്റി അല്ല. Give the space. Giving the space to each other. അല്ലാണ്ട് കെട്ടിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കലല്ല. അത് ഈ സിനിമ അതുകൂടെ അഡ്രസ് ചെയ്യുന്നുണ്ട് വിത്ത് സൂപ്പർ നാച്ചുറൽ സൈക്കോളജിക്കൽ ഹൊറർ. മിസ്റ്റർ കറിബാക്ക, വെയിറ്റിംഗ് ഫോർ ദ next.